അന്യാണും അന്യ പെണ്ണും പരസ്പരം കാണുന്നതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു പുരുഷൻ അദ്ദേഹം വയസ്സനാണ്. അത് നിങ്ങളൊക്കെ ഇവിടെ തൊണ്ടോന്ന് പറയും തോന്നുന്നു. എത്ര വയസ്സാണെങ്കിലും ശരി, എത്ര പ്രായമാണെങ്കിലും ശരി, അന്യ പെണ്ണിന്റെ ശരീരത്തിൽപ്പെട്ട ഒരു സ്ഥലം പോലും കണ്ടാൽ ആശിക്കപ്പെടുന്ന പരിധി എത്തിയോ, വയസ്സായ ആളാണെങ്കിലും പോലും പ്രബലമായ അഭിപ്രായമനുസരിച്ച് അങ്ങനെയല്ലേ ഫിഖഹിന്റെ പണ്ഡിതന്മാർ മസ്അല പറഞ്ഞിട്ടുള്ളത്. നോക്കാലേ ഉസ്താദ്, ഉസ്താദ് അങ്ങനെ നോക്കിയോ ഉസ്താദ്? അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം വയസ്സ്, അങ്ങനെ മസാല ഉണ്ടാകും. ഞാനിപ്പോ അതല്ല പറയണ്, പണ്ഡിതന്മാര് പ്രബലമായി പറഞ്ഞ അഭിപ്രായം എന്താണ്? നോക്കണ്ട, വയസ്സായ ആളാണെങ്കിലോ അന്യ പെണ്ണാണോ അവളെ ശരീരത്തിൽ ഒന്നും നോക്കരുത്. അവള് ചിലപ്പോ കാണാൻ വിരൂപിയാണ്, ഒരു കറുത്തിട്ടുള്ളാല് അവള് കരിയെത്തി അങ്ങനെയൊക്കെ പറയാറില്ലേ? കറുത്തിട്ടുള്ളോ എന്ത് കറുത്തിട്ടാണെങ്കിലും ശരി നോക്കാൻ പാടില്ല. അന്യാണാണോ പെണ്ണാണോ നോക്കാൻ പാടില്ല. അതിന്റെ നേരെ ഉൾട്ടയും അങ്ങനെയാണ്. അതേ ബാല്യക്കാർത്തി പെണ്ണ് ആണ് നോക്കുമ്പോഴോ അന്യാണ്, വലിയ വയസ്സായിട്ടുണ്ട്, ഒരേ വയസ്സല്ലേ, അങ്ങനെ നോക്കിയേ. അങ്ങനെയും നോക്കരുത് എന്നല്ലേ പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാര് കിതാബില് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കണ്ട. എന്നാൽ കാണൽ മാത്രമല്ല, ഒന്നും കൂടി ഞാൻ പറയട്ടെ. പണ്ഡിതന്മാര് പറഞ്ഞു, അതേ സൗണ്ടിനെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ശബ്ദത്തെ കുറിച്ച് പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? വലൈസ മിനൽ ഔറതി അസ്സൗതു, സൗണ്ട് എന്നത് ഔറത്തിൽ പെട്ടതല്ല. അപ്പൊ പിന്നെ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു സൗണ്ട് കേൾക്കൽ ഹറാമില്ല. നാളെ ഒരാൾ വിളിച്ചു ചോദിച്ചതാ, സാറേ പെണ്ണിന്റെ സൗണ്ട് കേൾക്കാൻ ഹറാമില്ലല്ലോ സാർ, സൗണ്ട് ഔറത്തല്ല എന്നല്ലേ പറഞ്ഞത്? സൗണ്ട് കേൾക്കാൻ ഹറാമില്ല എന്നല്ലേ ഉള്ളത്. ഇപ്പോ ശരീഅത്ത് കോളേജുകൾ കൂടുതലാണ്. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കണില്ല, എല്ലാം കൂടി പറയണല്ലോ. ഞാന് എന്റെ വേദ കേൾക്കുന്ന യുവതികളോട് പറയട്ടെ, ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയട്ടെ, നാട്ടിൽ മറ്റു കുട്ടികളെക്കാളും ഏറ്റവും കൂടുതൽ അള്ളാഹിനെ പേടിച്ച് നടക്കേണ്ടത് ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. ഏതുപോലെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് നടക്കേണ്ടത് ആരാണ്? ഇൽമ പഠിക്കുന്ന മുത്തഅല്ലിമുകളാണ്. അതുപോലെ ഇൽമ പഠിക്കുന്നവരാണ്. ഇതുപോലെ സ്ത്രീകളിൽ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതനുസരിച്ച് ഏറ്റവും കൂടുതൽ അനുസരിച്ച് നടക്കേണ്ടത് ആരാണ്? ശരീഅത്ത് പഠിച്ച പെൺകുട്ടികളാണ്. ആ ശരീഅത്ത് പഠിച്ച പെൺകുട്ടികൾക്ക് ഇപ്പൊ ഒരു സ്വഭാവമുണ്ട്. ഓരെ കൂടെ പഠിച്ച ഒരു പെണ്ണിന്റെ കല്യാണത്തിന് ഇവരെല്ലാരും പോയിട്ട് ബുർദ പാടും. എന്നിട്ടോ ബുർദ പാടണ്ടെന്നല്ല ഞാൻ പറയണേ, പുറത്തേക്ക് നിങ്ങളുടെ സൗണ്ട് അന്യപുരുഷന്മാര് കേൾക്കാത്ത വിധത്തിൽ നിങ്ങൾ പുതിയ പെണ്ണിനെ അടുത്തിരുത്തിയിട്ട് ബുർദ പാടിക്കോ. മൈക്ക് വെച്ചിട്ട് എന്തിനാ ബുർദ പാടുന്നത്? പുറത്തുനിന്ന് എല്ലാരും ബുർദ കേൾക്കൂലേ? അങ്ങനെ കേൾക്കാൻ പാടില്ല എന്നല്ലേ ഇസ്ലാം പറഞ്ഞത്? അവിടെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ആ സൗണ്ട് കേൾക്കൽ കൊണ്ട് ഫിത്നയുണ്ടോ, അപകടമുണ്ടോ, അല്ലെങ്കിൽ ആ സൗണ്ട് കേട്ടിട്ട് ആർക്കെങ്കിലും അത് രസിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ടോ? എന്നാലേ ഹറാമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് വകുപ്പുണ്ടോ? ആ സൗണ്ട് ഹറാം തന്നെ. ബുർദ പാടണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അതിന് എതിരാണ് ഞാൻ എന്ന് ഒരിക്കലും പറയണ്ട, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. പക്ഷേ നിങ്ങളെ കൂടെ പഠിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കൂടെ ഇരുത്തിയിട്ട് അവളൊരു പുതിയ പെണ്ണാണെന്ന നിലക്ക് നിങ്ങൾ പാടൂ. നിങ്ങൾ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളല്ലേ? പക്ഷേ നിങ്ങളുടെ ആ ബുർദ പാടുന്ന പാട്ട്, നിങ്ങളുടെ ആ ശബ്ദം അന്യപുരുഷന്മാർ, അതുകൊണ്ട് അവർക്കൊരു തെറ്റായ ചിന്ത ഉദിക്കുന്നുവെങ്കിൽ, അതുകൊണ്ട് അവർക്ക് രസിക്കാൻ
വകുപ്പുണ്ടാകുന്നുവെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉറക്കെ പാടുന്നത് തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതിന് പകരം പടച്ച റബ്ബിന്റെ പക്കലിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമല്ലോ. ഇത് വാദ കേൾക്കുന്ന യുവതികൾ നന്നായി ചിന്തിക്കേണ്ടതല്ലേ. സുബ്ഹാനല്ലാഹ്, എന്തിനേറെ പറയണം. ഞാൻ എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയട്ടെ, നിങ്ങളെ വീട്ടിലുള്ള ചെറിയ പെൺകുട്ടികളില്ലേ, ചെറിയ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കണ്ടാൽ ആശിക്കാത്ത പെൺകുട്ടികൾ, ആ പെൺകുട്ടിയുടെ മുന്തുവാരമില്ലേ, ആ പെൺകുട്ടിയുടെ സ്വകാര്യ അവയവമില്ലേ, അതിലേക്ക് നോക്കുന്നത് പോലും അതേ അനുവദനീയമല്ല. പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ കഥയല്ല ഞാൻ പറയുന്നത്. എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പണ്ടൊരു കാലുണ്ടായിരുന്നു, ഉണ്ടോന്നറിയില്ല, പണ്ടൊരു കാലുണ്ടായിരുന്നു. കുട്ടികളെങ്കാലും അവറത്ത് മറക്കാതെ മുന്നിൽ വന്നാല് ചട്ടിട്ടേ പൊടി അങ്ങനൊക്കെ പറയുന്നൊരു കാലുണ്ടായിരുന്നു. ചട്ടിയിട്ടാൽ ഉട്ടികളൊക്കെ കണക്കാ. അങ്ങനെ ആയിപ്പോയി. ഉമ്മാക്കൊരു വിഷയമല്ല, അങ്ങനല്ല ഉമ്മ. ഇമാമിങ്ങൾ കിതാബിൽ എന്തൊക്കെയാ പറഞ്ഞത് പടച്ച റബ്ബേ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവരൊക്കെ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് കണ്ടാൽ ആശിക്കപ്പെടാത്ത ചെറിയ കുട്ടി, പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഗുഹ്യ ഭാഗം അത് നോക്കാൻ പാടില്ല, അനുവദനീയമല്ല. അതുകൊണ്ടല്ലേ ചെറിയ പെൺകുട്ടിയാണെങ്കിൽ പോലും അവളെപ്പോഴും ഔറത്ത് മറച്ചിരിക്കണം. അതായത് അവളുടെ അതേ ഗുഹ്യ ഭാഗം മറച്ചിരിക്കണം. ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ലാ തുസ്തഹാ, കണ്ടാൽ ആശിക്കപ്പെടാത്ത കുട്ടിയാണെങ്കിൽ പോലും ആ ചെറിയ പെൺകുട്ടിയുടെ സ്വകാര്യ അവയവത്തേക്ക് നോക്കൽ തന്നെ അനുവദനീയമല്ല എന്ന് പോലും ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇമാം റാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. അത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ അരികിലുള്ള പ്രബലമായ അഭിപ്രായമാണെന്ന് ഫത്ഹുൽ മുഈനിൽ എടുത്തുദ്ധരിച്ചില്ലേ. വലിയ വലിയ ആലിമീങ്ങളുള്ള വേദിയിൽ എനിക്ക് മസ്അല പറയാൻ അധികാരമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊരു മസ്അല ആയിട്ടല്ല ഇത് പറയുന്നത്. എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വമില്ലേ, ആ ഉത്തരവാദിത്വം നന്നായി ഉൾക്കൊള്ളാൻ കരുതിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.